சரவணா அமைதி அமைதி. இப்படி அடிச்சா குழந்தை சத்து போயிடும். മകൻ ചെയ്ത 2 കൊലപാതകങ്ങളുടെയും വിശദമായ തെളിവുകളാ ഇവള് ഫയലിലാക്കി സബ് കളക്ടറെ ഏൽപ്പിച്ചത്. ആ ഫയല് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മകന് തൂക്കുകയർ ഉറപ്പാ കേട്ടോ. இப்படி அடிச்சா ஃபயல் திருப்பி கிடைக்குமா? கிடைக்காது. இவளு வந்து சரியான விட்னஸ். கோர்ட்ல வந்தா பிரச்சனை ஆயிடும். சரவணா அந்த ஃபயல் நான் பாத்துக்கிறேன். முதல்ல நீ இந்த ஃபயல் க்ளோஸ். ഒന്ന് മാറി നിക്കടോ. മാറിക്ക. ആരോ കൊന്നുകൊണ്ടിട്ടത് മറക്കി. ദേഹം നിറച്ച് ബുള്ളറ്റിന്റെ പാടുകളാ. ആരാ കരയുന്നേ? മരിച്ച പെൺകുട്ടിയുടെ അച്ഛനാ. ബോഡി തിരിച്ചറിഞ്ഞപ്പോ ഞാനാ വിളിച്ചു പറഞ്ഞത്. ഒരു പാവം സ്കൂൾ മാഷാ. കാലണക്ക് രക്ഷയില്ലാത്ത കേസ് കേട്ടോ. ചാക്കാ ആ ബോർഡും തിരിച്ചിട്ടെ. അതെടുത്ത് ബോർഡ് മാറ്റാം. ആ ഗരുഡനാണല്ലോ പാഞ്ഞു വരുന്നത്. നമ്മുടെ മാർബിള് മൊത്തം വാഞ്ചാനാണോ? എന്തൊരു വലിയ ഏരിയ ഇത്. ഒരുപാട് മാർബിള്. ഓ കണ്ണും വച്ച് ഇനിയിപ്പോ ഈ മാർബിള് മൊത്തം ഉരുകി പോകത്തില്ല. സാറെന്താ ഇപ്പൊ ഈ വഴി? ഇതുവഴി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല. അത് വന്നേ പറ്റൂ. അല്ല മോനും എവിടെ പോയി? ഞാൻ വിളിച്ചോളാം. ആണോ മോനെ ശരവണ. ശരവണ, താൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നമ്മുടെ ഐലൻഡ് ഇല്ലേ, അവിടെ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി. എല്ലാ തെളിവുകളും പോലീസിന് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ടാ ആ കൊലയാളി ബോഡിയോടെ തട്ടിയത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കൊലയാളിക്ക് ഇനി രക്ഷയില്ല. നിങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല ഇടയ്ക്കിടയ്ക്കടുത്ത് ഉപയോഗിക്കാറുണ്ടല്ലേ? പയ്യനൊരു തപ്പ് വന്നു പോച്ചു. സത്യം പറയല്ലോ എന്റെ ചെട്ടിയാരെ, ഇവിടെ വന്നപ്പോ നിങ്ങൾ തന്നൊരു വർക്കല്ലാതെ കാര്യമായിട്ടൊന്നും തടയാത്തോണ്ട് ഞാൻ വല്ലാത്തൊരു വീർപ്പുട്ടല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കൊല ചെയ്യാൻ മോന് തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒടുക്കത്തെ നട്ടന്നിരിഞ്ഞനെ. പൈസക്കൊക്കെ എന്താ ടൈറ്റ്. ക്രിമിനൽസിലാണ്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളന്നേ. ഉനക്ക് എന്നെ വേണം? പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ചോദിച്ച ചെട്ടിയാരെ, വാട്ടർ ഫ്രണ്ടിലെ ഒരു നല്ല പ്ലോട്ട്, അത് ഈ കൊച്ചി നഗരത്തിൽ എന്റെ ഒരു സ്വപ്ന. 10 സെന്റ് മതിയെന്നേ. ஓகே எக்ரேட். ஆனா ஒரு விஷயம், அந்த சத்த பொண்ணு வந்து ஒரு ஜேர்னலிஸ்ட். அவள் என்ன அந்த மார்க்கெட்டிங் நடக்கும்போது கேமரால ஷூட் பண்ணியாச்சு. அந்த எவிடன்ஸ் எல்லாமே ஒரு ஃபைல் ஆக்கி உன் பொண்டாட்டி கையில കൊടുത്തിരിക്കേ. அந்த ഫയൽ എനിക്ക് വേണം. എന്റെ ഭാര്യയുടെ അത് ഞാൻ ഏറ്റു. എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞോളൂ എനിക്ക് ഇനി അങ്ങോട്ട് ശുക്രദശന്ന്. കേട്ടോടെ ചുമ്പള എനിക്ക് വർക്ക് കൂടി കൂടി വരുന്നത്. ചെട്ടിയാരെ, ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ഫ്രണ്ട് ഇല്ലേ, അവിടെ ഒരു 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആഡംബര വീടും കൂടി ആയിക്കോട്ടെ. ഇന്നും കൊഞ്ചം ദുഡു ജാസ്തി കൊടുത്താ പൊണ്ടാട്ടിയെ കൊടുക്കാൻ പോകും. அசிங்கமா பேசாது. குழந்தைகள் தப்பா பேசினா நம்ம பெரியவர் அடிக்கணும், அது பழக்கம். അല്ല ചെട്ടിയാരെ, ഒന്നും ഇല്ലേ? ഷട്ടറൊക്കെ അങ്ങോട്ട് പൊക്കോ. ക്യാഷ് കൗണ്ടർ ഇവിടെയാ. 1 ലക്ഷം. എന്തെങ്കിലും ആവട്ടെ, വഴിച്ചെല്ലു നിൽക്കട്ടെ. കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവൻ ഇങ്ങനെ തന്നെ ഇവിടെ ഒരു 4 വർഷം തുറന്ന ചെട്ടിയാർ വെറും ചെട്ടിയാറായി പോകും കേട്ടോ. അവന് ചെട്ടിയാർ യാരെന്ന് தெரியாது. അവനെ കൊണ്ടൊന്നും നാളെ തിരിപ്പി അനുഭവം എനിക്ക് തരും. ജേർണലിസ്റ്റ് പാർവതിയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൈക്കൂലി വീര സൂക്ഷിച്ചോ. ഏ കുട്ടപ്പ, ശബ്ദം പോരാ, നല്ല ഉഷാറായിട്ട് വിളിക്കേ. കൈക്കൂലി വീര സൂക്ഷിച്ചോ. പിന്നെ കണ്ടോളാം. അങ്ങനെ വിളിക്കേ. വീര സൂക്ഷിച്ചോ. സബ് കളക്ടർ രാഘവേട്ടാ,
എന്റെ വൈഫ് വന്നിട്ടുണ്ടോ? 1 മണിക്കൂറായി വന്നിട്ട്. ഓ മൈ ഗോഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ചിലപ്പോ ഒരു വഴക്ക് പറയാമെന്നായിരിക്കും. ആ. സേതു, ഏയ് സേതു, നീ ഇതപ്പോ വന്നടി? നിനക്കൊന്ന് വിളിച്ചു പറയാറുന്നില്ലടി നീ വരുന്നു? ചാക്കോ 2 കോഫി. വേറെ എന്തെങ്കിലും വേണം എന്റെ ചക്കരെ? Stop it! ഞാൻ നിങ്ങളുടെ സുഖവിവരങ്ങൾ തിരക്കാൻ വന്ന ഭാര്യയല്ല. ഐ എം സബ് കളക്ടർ സേതുലക്ഷ്മി ഓൺ ഡ്യൂട്ടി. യെസ് മാഡം. എന്താണ് മാഡം വിശേഷിച്ച്? പുറത്തെ മുദ്രാവാക്യം വിളി കേട്ടില്ലേ? കേട്ടു. ശബ്ദം അത്ര പോരാ, ഒന്നുകൂടി ഉഷാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയണം. മാഡം, മുദ്രാവാക്യത്തിന് ഒരു മറുപടി പറയാറില്ല, അത് ഏറ്റു വിളിക്കാറാണ് പതിവ്. അത് അവർ ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. നോൺസെൻസ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട CI രാജൻ ജോസഫ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ പല രേഖകളും എൻക്വയറി കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയ ഒരു പാവം പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ട പാർവതി. പാർവതിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള വ്യക്തമായ പല തെളിവുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതിയുടെ ഒരു കസ്റ്റഡിയിൽ എടുത്തില്ല? രാഘവേട്ട, ആര് പറഞ്ഞു മാഡം ഞാൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന്? രാഘവേട്ട, പ്രതിയെ ജീപ്പിന്റെ ബാക്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ഹിം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ നിന്നും പ്രതി AK-47 ഉപയോഗിച്ചിട്ടാണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് AK-47 ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഈ പ്രതിക്ക് 2 ദിവസം മുമ്പ് കോടതി ജാമ്യം അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇനി ഇവനെ വിശദമായി ചോദ്യം ചെയ്താൽ തത്ത പറയുന്ന പോലെ ഇവനെല്ലാം പറയും. ഞാൻ പറയില്ല സാർ. നീ പറയില്ലടാ. എനിക്ക് ചത്ത പറയുന്ന പോലെ പറയാറില്ല. ഞാൻ വേണമെങ്കിൽ ആമിനെ താത്ത പറയും പോലെ പറയാം. എന്റെ പുള്ള ഞാനിങ്ങനെ തോക്കായിട്ട് വരും. താനാണോ ഈ കൊലപാതകം ചെയ്തത്? അതെ, ഞാനാണ് കൊലയാളി. എന്തിനാ നിങ്ങൾ ആ പാവം പെൺകുട്ടിയെ കൊന്നത്? കൊലയിൽ ചോദ്യമില്ല, ഞാൻ കൊന്നു. തോക്കുള്ളതുകൊണ്ട് വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ തല്ലിക്കൊന്നേനെ. കേട്ടില്ലേ പ്രതി കുറ്റം സമ്മതിച്ചത്? നിങ്ങളിങ്ങനെ പഞ്ചായത്തിൽ കണ്ട് ആ പത്രക്കാരൻ കയറുന്ന വിളിച്ച് ഞാൻ കൊലപാതകം ചെയ്ത് സന്തോഷ വാർത്ത മാലോവർ അറിയട്ടെ. രാഘവട്ട, ലോക്ക് ഹിം. നടന്നില്ലെങ്കിൽ സാറേ. നിങ്ങൾ ഇതിനെ വാതിലടയ്ക്കുന്നത്? ഏയ്, അതിനല്ല. ഞാനിപ്പോ സംസാരിക്കുന്നത് സബ് കളക്ടർ സേതുലക്ഷ്മിയോടല്ല, എന്റെ ഭാര്യയോടാണ്. നമ്മൾ രണ്ടാളും വിചാരിച്ചാലൊന്നും ഒരിക്കലും നാട് നന്നാവാൻ പോകുന്നില്ല. വാട്ടർ ഫ്രണ്ടിൽ മനോഹരമായൊരു വീട്, മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ ഒരു ഡസൻ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? എനിക്കും നിനക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും നടക്കും. ദാ ഇത് കണ്ടോ, 1 ലക്ഷം ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് കിട്ടിയ കാശാ. യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തിയതിന് കിട്ടിയ പ്രതിഫലം. ഞാനിത് വാങ്ങിയില്ലെങ്കിൽ എന്റെ മേലധികാരികൾ ഇത് വാങ്ങും, എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ പ്രതിയെ രക്ഷിച്ചെടുക്കും. പിന്നെ ഞാൻ എന്തിനീ കാശ് വെറുതെ കളയണേ? ഒരു സബ് കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഓർക്കണം. അല്ല, എന്റെ ഭാര്യയോട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. വാതിലോർക്ക്. സേതു, ഓക്കേ ഓക്കേ. ഇങ്ങനെയൊക്കെ ചെയ്യാലോ. സോറി, ഞങ്ങൾ ഒറ്റയ്ക്കായ പിന്നെ പരിസരം മറന്നു. സ്വന്തം വൈഫല്ലേ? അതെ. പോലീസ് സ്റ്റേഷനാകുമ്പോ സൈഫാ. ഒന്ന് പോരാ കേട്ടാ. ഏയ് സേതു, ഒരു കാര്യം പറയാൻ പറഞ്ഞു. രാത്രിന്റെ ഭക്ഷണത്തിന് കജ്ജി, പയറ്, ചമ്മന്തി, പിന്നെ കുറച്ച് ഉണക്കമീനൂടെ ആയിക്കോട്ടെ. സൂക്ഷിച്ചോടിക്കണം, ഗട്ടറൊന്നും ചാടിക്കരുത്. എന്റെ വൈഫാ. ഹായ്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഹലോ ഹലോ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഐ എം സബ് കളക്ടർ സേതുലക്ഷ്മി. കാശ് എണ്ണി വാങ്ങിച്ചിട്ട് കേസ് അട്ടിമറിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാ. എന്ന് കരുതി ഉണ്ടാക്കിയത് മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്ന് ഒരാഗ്രഹമില്ല. നിങ്ങൾക്കുണ്ട് എന്റെ ഷെയർ. എനിക്ക് വേണ്ട സാർ. ഞാൻ ഈ സർക്കാർ തരുന്ന കാശ് കൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചോളാം. രാഘവേട്ടന് വേണ്ടെങ്കിൽ വേണ്ട. ആ ചാക്കോയും ശേഖരനൊക്കെ ഇങ്ങോട്ട് വിളിക്കുക. എന്നാലും ആ പാവം ലോനപ്പൻ, അയാൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ലോനപ്പനെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഒരിക്കലും കഴിയില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. രാഘവേട്ടൻ പോയി ആ ശേഖരനെ ചാക്കോ കൊണ്ട് വിളിക്കുക. അവർക്കും കൊടുക്കണ്ടേ ഇതിന്റെ വീതം? വിജിലൻസ് വി ആർ ഫ്രം ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. യെസ്, പ്ലീസ് ക്യാരി ഓൺ. സെർച്ച് സർ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം.
ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ആ ഇവിടെ ആരും വാങ്ങിയിട്ടില്ല കേട്ടോ. നിങ്ങളെ ഒന്ന് സെർച്ച് ചെയ്യണം. മൈ ബോഡി യെസ്, ഓക്കെ കമാൺ. സർ. സർ ഒന്നുമില്ല സർ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഞങ്ങൾക്കൊരു റോങ് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇറ്റ്സ് മൈ പ്ലഷർ. കമാൺ. സർ. തോറ്റു, അവര് തോറ്റു തൊപ്പിട്ടു. എന്റെ ഈശ്വര, ഇപ്പൊ ശ്വാസം നേരെ വീണ സാറാ കാശ് മൊത്തം വിഴുങ്ങിയ. എന്റെ രാഘവേട്ട, ദൈവം ആ പണം എനിക്കാണ് വിധിച്ചതെങ്കിൽ അതെന്റെ തലേ തന്നെയാണ്. അയ്യോ, ആരായിരിക്കും സാറിന് പറ്റിയത്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ.